ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ബ്രെഡ് സാൻഡ്വിച്ച് നല്ല സ്പൈസിയാണ്. ഞാനിപ്പോൾ പൊട്ടാറ്റോ മസാല വെച്ചിട്ടാണ് ഈ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിലും അതുപോലെ ചിക്കൻ മസാല വേണമെങ്കിലും ഒക്കെ എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട ശേഷം ഈ ഇഫ്താറിന് നിങ്ങളും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പൊട്ടാറ്റോയുടെ മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അല്പം കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം സവാള എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് ഒതുങ്ങി കിട്ടും. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കൈവച്ചിട്ടൊന്ന് ഉടച്ചെടുത്ത 2 ഉരുളക്കിഴങ്ങ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സവാളയും അതുപോലെ പൊട്ടാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ അവസാനമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മസാല അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലോട്ട് 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. വലിയ എഗ്ഗ് ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പ് അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലോട്ട് 1/2 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളം, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. ചൂടായ പാനിലോട്ട് 1 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നും പകുതി ഭാഗം ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. സൈഡ് വശത്തൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ പാനിൻ്റെ അടിയിലായിട്ടൊരു പഴയ പാൻ കൂടി വെച്ച് കൊടുക്കണം. ശേഷം ഈ മിൽക്കിൻ്റെ മിക്സിലോട്ട് ഓരോ
ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പാനിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ എത്ര ബ്രെഡ് വെക്കാൻ കഴിയോ അത്രയും വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് വശമൊക്കെ ഇതുപോലുള്ള ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എല്ലാ സ്ഥലവും ഒരുപോലെ ഇതുപോലെ ബ്രെഡ് പീസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലോട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അധികം സൈഡ് വശത്തായിട്ട് വരണ്ട, അല്പം ഭാഗം ബാക്കി വെച്ചിട്ട് സൈഡ് വശം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മസാല ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് മിൽക്കിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ സൈഡ് വശമൊക്കെ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഉള്ളിലുള്ള മസാല പുറമേ കാണാത്ത വിധത്തിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ച എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എഗ്ഗ് ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡ് വശത്തൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ളത് എല്ലാ സ്ഥലത്തും ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ഇതുപോലെ സൈഡ് വശത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക, എന്നാൽ മാത്രമേ ഇത് ബ്രെഡുകൾ തമ്മിൽ ഒട്ടി നിൽക്കുള്ളൂ. ഇനി നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം അടിവശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മുകളിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് മറ്റൊരു പാനിലോട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ വെച്ചാൽ മതി. വെരി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോവും. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? അതുപോലെ വെരി ടേസ്റ്റിയാണ്. ഈ സ്പൈസി ആയിട്ടുള്ള മസാലയ്ക്ക് പകരമായിട്ട് നമുക്ക് കോക്കനട്ട് മിക്സ് ഉണ്ടാക്കുമല്ലോ നമ്മൾ, സ്വീറ്റ് ആയിട്ടുള്ളത്, അത് വെച്ചാലും നല്ല ടേസ്റ്റിയാണ്. ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. കണ്ടല്ലോ, നടുവിലായിട്ട് ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്